ഓക്കെ, ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഇവിടെ പോളാർ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇവിടെ ഇസഡ് പി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് of diameter capital D is subjected to a torsional moment T. Is a solid circular shaft of diameter capital T is subjected to a torsional moment T. Develop the general equation for polar section modulus. Develop the general equation for polar section modulus and torsional moment. Develop the general equation for polar section modulus and torsional moment. Simple. T by J is equal to tau by R. Okay. And the polar section modulus എന്ന് പറയുന്നത് pi by 32 d to the power 4. Polar section modulus എന്ന് പറയുന്നത് pi by J divided by R അഥവാ J divided by D by D. Polar section modulus എന്ന് പറഞ്ഞാൽ J divided by R, അത് തന്നെയാണ് J divided by D by D. അപ്പോൾ pi by 32 d to the power 4 divided by D by D. അപ്പോൾ pi by 16 d cube. ഒരു സോളിഡ് സർക്കുലർ സെക്ഷന്റെ polar section modulus in the standard value pi by 16 d cube. ഇനി ടോർഷണൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ tau into J by R. T is equal to tau into polar section modulus, which is equal to pi by 16 d cube tau. ഫോർമുല ആയിട്ട് പഠിക്കണമെന്നില്ല, ഡെറിവേഷൻ അവിടെ തന്നെ ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പാർട്ട് എയിൽ, അതായത് മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർഷണൽ ഷിയർ സ്ട്രെസ് ഓഫ് 10 Newton per mm square. Diameter of the member is 100 mm. Calculate the twisting moment. pi by 16 d cube into tau. അങ്ങനെ ചോദിക്കാം. അത് ഹോളോയിലും ചോദിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പാർട്ട് എയിൽ ചോദിക്കാം. കാണാതെ ബോക്സ് ഇട്ട് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട. ടോർഷൻ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഇവിടെ കാണാതെ പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്റ്റെയിൻ ചെയ്തെടുക്കാന്നുള്ളത്. ഹോളോ വന്നാലും സോളിഡ് വന്നാലും എല്ലാം. T is equal to അല്ല, അതെങ്ങനെ? T is equal to tau into J by R. ആ ജെനെ ഞാൻ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത്രേ ഉള്ളൂ. tau into J by R. മനസ്സിലായോ?
ഓക്കെ, എനിക്ക് ഈ ഒരു ഹോളോ സെക്ഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി, ഔട്ടർ ആൻഡ് ഇന്നർ ഡയാമീറ്റർ. ഈ സെക്ഷന്റെ ടോർഷണൽ മൊമെന്റിന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യും, പോളാർ സെക്ഷൻ മോഡുലസ് ഒന്ന് ഫോർമുലേറ്റ് ചെയ്യും. ഈ സെയിം സെക്ഷന്റെ സോളിഡിന് പകരം ഹോളോ. അതല്ല, ഹോളോ ചെറിയ വ്യത്യാസമുണ്ട്. ടോർഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. J എന്ന് പറയുന്നത് പൈ ബൈ 32 d to the power 4 മൈനസ് സ്മോൾ d to the power 4. R എന്ന് പറയുന്നത് d by 2 തന്നെയാണ്. ഓക്കെ, അപ്പോ പോളാർ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 16 d to the power 4 മൈനസ് d to the power 4 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. പോളാർ സെക്ഷൻ മോഡുലസ് അങ്ങനെയാ വരും. Section modulus pi by 16 d to the power 4 minus d to the power 4 divided by capital D. So, torsional moment എന്തുവായിരിക്കും? Pi by 16 d to the power 4 minus small d to the power 4 divided by capital D into tau. अरे मनीष വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ യെസ് നീ പറയുന്ന എല്ലാ റെക്കോർഡാണ് ഞാൻ പറയും. സംഭവം ലീവ് തന്നിരിക്കണ ഇവിടുത്തെ ഡേറ്റിന്റെ ഈ ഡേറ്റ് ഓക്കെ. അപ്പോ നമുക്ക് തിയറി അത്രയേ ഉള്ളൂ. അല്ല, പവറിന്റെ ഇതും കൂടെ ഉണ്ട്, പവറിന്റെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. റെസ്യൂം ചെയ്തല്ലോ ചെയ്തു.
ആദ്യം നമുക്ക് കുറച്ച് മെക്കാനിക്സിന്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാം. വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ. ഓക്കെ. വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. വർക്ക് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന ഫോമിലൊക്കെ ആയിരിക്കും യൂണിറ്റ്സ് ഉണ്ടാവുക. വർക്ക് നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ ന്യൂമറിക്കൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് എനർജി എന്ന് പറയുന്ന അബിലിറ്റി ടു ഡു വർക്ക് ആണ്. അപ്പം എനർജിയുടെ യൂണിറ്റ്സും വർക്കിന്റെ യൂണിറ്റ്സും സെയിം ആണ്. സിമ്പിൾ എക്സാമ്പിൾ, ഞാനിപ്പം പൊട്ടൻഷ്യൽ എനർജി എടുത്തു കഴിഞ്ഞാൽ mgh, m ഇൻറ്റു ജി എന്ന്, ഇതൊരു പൊട്ടൻഷ്യൽ എനർജിയാണ്. m ഇൻറ്റു ജി എന്ന് പറയുന്നത് ബേസിക്കലി ഫോഴ്സ് ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ന്യൂട്ടൺ മീറ്റർ എന്ന ഫോമിൽ തന്നെയായിരിക്കും നമുക്ക് യൂണിറ്റ്സ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുക. ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വർക്ക് ഡൺ പെർ ടൈം. വർക്ക് ഡൺ പെർ ടൈം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇതാണ് നമ്മൾ പവറിന് നമ്മൾ പറഞ്ഞ റിലേഷൻ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് എന്ന് നമുക്ക് പറയാം. പവറിന് ഇത്രയും യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിന് ഈക്വലന്റ് ആണ് എന്റെ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ. നമുക്ക് ഇവിടെ ടി എന്ന് പറയുന്ന ടോർഷണൽ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് സിലബസിന് പകരം ആഡ് ചെയ്തിരിക്കുന്നത് പവറിന്റെ പ്രോബ്ലം, പവറിന്റെ ന്യൂമറിക്കൽ ആസ്പെക്ട് ഉള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പവർ എന്ന് പറയുന്നത് എനിക്ക് ടോർഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ പറയാം? ടോർഷനെ ബേസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ പറയാം? ഇത്രയും ഞാൻ പറഞ്ഞ മെക്കാനിക്സ്, ഞാൻ ഇവിടെ മെക്കാനിക്സിനെ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ടോർഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ പറയാം? ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ മൂവ് ചെയ്യുന്നത്, ലീനിയർ ഡിസ്റ്റൻസ് അല്ല. അപ്പോ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ഇൻറ്റു ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. നമുക്ക് മെക്കാനിക്സിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് തന്നെ ഒന്നുകൂടെ വരാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഇവിടെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നും എഴുതി. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് എഴുതി. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ യൂണിറ്റ് എന്തുവാ? മീറ്റർ അല്ലെ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എല്ലാത്തിന്റെയും യൂണിറ്റ് മീറ്ററാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്തുവാ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. അതായത് L is equal to r theta. ഓക്കെ. theta is equal to L by r അല്ലെ? theta is equal to L by r. തീറ്റ അല്ല എന്റെ എത്ര ആംഗിൾ ആണ് ഡിസ്പ്ലേസ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ L എന്ന് പറയുന്നത് മീറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, R എന്ന് പറയുന്നത് മീറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ എനിക്ക് ഇവിടെ മീറ്റർ എന്ന യൂണിറ്റ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, ഡിഗ്രിയാണ്. ഞാൻ റേഡിയൻസിലായിരിക്കും പറയുന്നത്. ഡിഗ്രി ഞാൻ റേഡിയൻസിലായിരിക്കും ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഡയമെൻഷൻ അവിടെ ഇല്ല. ഡിസ്പ്ലേസ്മെന്റിന് ഡയമെൻഷൻ ഉണ്ട്, L എന്ന് പറയുന്ന ഡയമെൻഷൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് റേഡിയൻസ് ആണ്. ഇനി ഞാൻ മെക്കാനിക്സ് തന്നെ നിൽക്കുവാണ്. ഇനി ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ലീനിയർ വെലോസിറ്റി v. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ?
ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ എനിക്ക് ലീനിയർ വെലോസിറ്റി പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അതാണ് എന്റെ ലീനിയർ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അതാണ് എന്റെ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി, ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ സെക്കൻഡ് അല്ലെ, യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലെ, യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ്, ഡയമെൻഷൻ ടി ടു ദ പവർ -1. ഇവിടുത്തെ ഡയമെൻഷൻ LT റേസ് ടു -1. ഓക്കെ, നമ്മൾ പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇതാണ് പവറിന്റെ യൂണിറ്റ്. എനിക്ക് ടോർക്കിനെ ബേസ് ചെയ്ത് പവർ പറയണമെങ്കിൽ ഷിയർ ഫോഴ്സ് ഇൻറ്റു റേഡിയൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നെനിക്ക് പറയാൻ പറ്റും. ഷിയർ ഫോഴ്സ് ഇൻറ്റു റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീറ്റയാണല്ലോ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നോക്കേണ്ടത്. ഷിയർ ഫോഴ്സ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റും. യൂണിറ്റ്സ് സാറ്റിസ്ഫൈഡ് ആവും? ഇല്ല, യൂണിറ്റ് സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് ഒരു ഡിസ്റ്റൻസ് പാരാമീറ്ററിന്റെ കുറവ് വരും. അപ്പൊ റൊട്ടേഷണൽ എഫക്റ്റില് ഞാൻ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ല ചെയ്യുന്നത്. റൊട്ടേഷണലിന്റെ കേസ് വരുമ്പോൾ ഞാൻ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റിയാണ്. ടോർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ന്യൂട്ടൺ മീറ്റർ കിടക്കുന്ന സാധനം. ആംഗുലാർ വെലോസിറ്റി റേഡിയൻസ് പെർ സെക്കൻഡിൽ കിടക്കുന്ന സാധനം. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ആണ് ഞാൻ പവറിന് കൊടുക്കുന്ന നൊട്ടേഷൻ. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയില്ല, ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ലീനിയർ ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയാം. റൊട്ടേഷണൽ വരുമ്പോഴത്തേക്കും ഡയമെൻഷണൽ കൺസിസ്റ്റൻസി സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി വേണം പറയാനായിട്ട്. കുറച്ചും കൂടി സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഒരു ഷാഫ്റ്റ് n റവല്യൂഷൻസ് അണ്ടർഗോ ചെയ്യുവാന്ന് വിചാരിക്കും. n റവല്യൂഷൻസ്, അതിന്റെ ആംഗുലാർ വെലോസിറ്റി n റവല്യൂഷൻസ് പെർ സെക്കൻഡ്, അതിന്റെ ആംഗുലാർ വെലോസിറ്റി എന്തുമായിരിക്കും? n റവല്യൂഷൻസ്. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻസ് ആണ്? ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ? 2π. 2π ആണ് 180 ഡിഗ്രി. അപ്പൊ n റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2πn. 2πn ആണ് എന്റെ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഇസ് ഈക്വൽ ടു 2πn, where n is revolutions per second. അതേപോലെ ഇനി n റവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് തന്നാൽ എന്റെ ഇക്വേഷൻ SI യൂണിറ്റ്സ് ഇത് മാറും. n റവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ യൂഷ്വലി RPM എന്നാ തരിക, RPS എന്നല്ല, RPM റവല്യൂഷൻസ് പെർ മിനിറ്റ്. പക്ഷെ മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ SI യൂണിറ്റ് അല്ല. അപ്പൊ n റവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിൽ n റവല്യൂഷൻസ്. അപ്പോ ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ? n/60 അല്ലെ, 60 സെക്കൻഡിൽ n റവല്യൂഷൻ. അപ്പൊ ഒരു സെക്കൻഡിൽ n/60 റവല്യൂഷൻസ്. n/60 RPS. RPM എന്നേ ക്വസ്റ്റ്യനിൽ തരും, അതാണ് സ്റ്റാൻഡേർഡ് റൊട്ടേഷൻ.
RPS ആണ് SI യൂണിറ്റ്. അപ്പൊ കൺവേർഷൻ n/60. അപ്പൊ എന്റെ ഒമേഗ എന്ന് പറയുന്നത് എന്തുവാ? 2πn/60. പ്രോബ്ലി ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഇക്വേഷൻ. 2πn/60. ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60. അപ്പൊ ആംഗുലാർ വെലോസിറ്റി കിട്ടി. അപ്പൊ എന്താ? പവർ ഇസ് ഈക്വൽ ടു സിമ്പിൾ. പവർ ഇസ് ഈക്വൽ ടു 2πn/60 into t. Power of the shaft. Power of the shaft. Power of shaft 2πn/60 into t. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് RPM തരുന്നതുകൊണ്ടാണ് ഞാൻ 2πn/60 തന്നെ. ക്വസ്റ്റനിൽ ഇനി കഷ്ടകാലത്തിന് RPS തന്നു കഴിഞ്ഞാൽ 60 കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് കളയരുത്, ന്യൂമറിക്കൽസ് തെറ്റും. RPM വളരെ കോമൺ നൊട്ടേഷൻ ആയതുകൊണ്ടാണ് അത് സ്റ്റാൻഡേർഡ് പോലെ 2πn/60 എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ തിയറിറ്റിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. തിയറിറ്റിക്കലി നമുക്കിനി അപ്പൊ തിയറിറ്റിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി സ്ട്രെയിൻ എനർജിയുടെ ഒരു ടോർഷണൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞൊരു സാധനവും കൂടി ഉണ്ട്. അത് ഒരു ഡെറിവേഷൻ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ടോർഷണൽ സ്ട്രെയിൻ എനർജിയുടെ സിമ്പിൾ ആണ്. നമ്മൾ ഷിയർ സ്ട്രെയിൻ എനർജിയിൽ പഠിച്ച സാധനം തന്നെയാണ്. അതിന് 1-2 ഫിഗർ ഉണ്ട്. ആ ഫിഗർ എന്റെ കയ്യിലില്ല. ആ ഫിഗറും കൂടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ആ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പൊ നമുക്കിനി ന്യൂമറിക്കൽസിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് ചോദിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാം. അസംഷൻസ് ഇൻ ടോർഷൻ തിയറി, ലിമിറ്റേഷൻസ് ഓഫ് ടോർഷൻ തിയറി, ടോർഷൻ തിയറിയുടെ ടോർഷൻ ഇക്വേഷന്റെ ഡെറിവേഷൻ. അത് ജനറൽ ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം. വേണമെങ്കിൽ ഹോളോ സർക്കുലർ ഷാഫ്റ്റിന്റെ ടോർഷണൽ മൊമെന്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ ടോർഷണൽ മൊമെന്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ പോളാർ മോഡുലസ് എന്താണെന്ന് ചോദിക്കാം. പോളാർ മോഡുലസ് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല, പോളാർ മോഡുലസ് ZP. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നതാണ്. അത് ചോദിക്കില്ല. അത് നിങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അത് എന്തുവാണെന്ന് ചോദിക്കില്ല. പക്ഷെ പോളാർ സെക്ഷൻ മോഡുലസ് ചോദിക്കാം. കാൽക്കുലേറ്റ് ദ പോളാർ സെക്ഷൻ മോഡുലസ് ഓഫ് എ ഹോളോ സെക്ഷൻ, സിലിണ്ടറിക്കൽ സെക്ഷൻ. ഇത് ഏത് വേണോ തിയറിറ്റിക്കലി അതിന്റെ ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. പിന്നെ പവറിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് തിയറിറ്റിക്കലി ചോദിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂമറിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ?